പ്രകാശൻ ചുനങ്ങാടിൻ്റെ മുക്കുറ്റികൾ പൂക്കുന്ന ഗ്രാമം എന്ന നോവലിലെ 9-ാമത്തെ അധ്യായം അച്ഛൻ. നോവൽ മുക്കുറ്റികൾ പൂക്കുന്ന ഗ്രാമം, അധ്യായം 9. അച്ഛൻ. അച്ഛൻ 2 മാസം കൂടുമ്പോഴേ നാട്ടിൽ വരൂ. ഭാഗ്യം. മദിരാശിയിൽ ഒരു കമ്പനിയിലാണ് അച്ഛന് ജോലി. അച്ഛൻ വരുന്നത് അപ്പുവിനും ഏട്ടനും ഇഷ്ടമാണ്. ലഡുവും ജിലേബിയും മൈസൂർ പാക്കും അച്ഛൻ കൊണ്ടുവരും. രണ്ടാൾക്കും ഷർട്ടിനും ട്രൗസറിനുമുള്ള തുണി, പേന, മൂട്ടിൽ റബ്ബറുള്ള പെൻസിൽ, ഭംഗിയുള്ള നോട്ട് പുസ്തകങ്ങൾ അച്ഛൻ എല്ലാം ഓരോ വരവിലും മക്കൾക്ക് വാങ്ങിക്കൊണ്ടുവരും. ഏട്ടനും അപ്പുവിനും ഇതൊക്കെ ഇഷ്ടമുള്ള കാര്യങ്ങൾ തന്നെ, സംശയമില്ല. അച്ഛൻ വന്നാൽ വേലായുധന് കോളായി. മീനില്ലാതെ അച്ഛന് ചോറിറങ്ങില്ല. പാടത്ത് കണ്ടങ്ങളിൽ വെള്ളം നിറയുന്ന കാലമാണെങ്കിൽ കഴായകളിൽ മുളങ്കുരുത്തി വെച്ചും കുളത്തിൽ ചൂണ്ടയിട്ടും വേലായുധൻ മീൻ പിടിക്കുന്നു. ചിലപ്പോൾ കണ്ണമീൻ കിട്ടും. ഉള്ളിയും മുളകും അരച്ചു തിരുമ്മി വെളിച്ചെണ്ണയിൽ വറുത്താൽ കണ്ണമീനിന് നല്ല സ്വാദാണ്. വേനൽക്കാലമാണെങ്കിൽ വേലായുധൻ അങ്ങാടിക്ക് പോവും. മത്തിയോ അയിലയോ വാങ്ങിക്കൊണ്ടുവരും. ഇടയ്ക്കൊക്കെ വേലായുധൻ പൂവൻകോഴിയെയും കൊണ്ടുവരും. കോഴിയെ കൊല്ലുന്നതും വേലായുധനാണ്. തലയില്ലാത്ത കോഴിയെ തിളച്ച വെള്ളത്തിൽ മുക്കിയെടുത്ത് പപ്പും പൂടയും പറിച്ച് കഷ്ണം വെട്ടിക്കൊടുക്കും. അമ്മ വറുത്തരച്ച് കറി വയ്ക്കും. അമ്മയുടെ കോഴിക്കറിക്ക് നല്ല സ്വാദാണ്. ചോറ് കൊണ്ടുവാ എന്ന് പറയും. അച്ഛൻ വന്നാൽ അങ്ങനെ അപ്പുവിനും ഏട്ടനും കുശാലാണ്. അച്ഛൻ പോയാലോ തറവാട്ടുപുളിയും മത്തം പുളിങ്കറിയും ചേനത്തണ്ടിൻ്റെ മെഴുക്കുപുരട്ടിയും ഒക്കെ തന്നെ ആശ്രയം. അമ്മയുടെ കയ്യും കാലും പിടിച്ചാൽ അമ്മയ്ക്ക് തോന്നിയാൽ മാത്രം എപ്പോഴെങ്കിലും അടയോ അപ്പമോ ഉണ്ടാക്കിത്തരും. അച്ഛൻ വന്നാൽ പിന്നെ ഇറച്ചിയായി, മീനായി, പലഹാരങ്ങളായി. അതുകൊണ്ടൊക്കെയാണ് അച്ഛൻ വരണമെന്ന് അപ്പവും ഏട്ടനും ആഗ്രഹിക്കുന്നത്. പക്ഷേ അച്ഛൻ്റെ വരവ് അടുക്കുംതോറും ഉള്ളിലൊരു പേടി തുടങ്ങുകയായി. ഒരു വേവും ചൂടും. ഇല്ലാത്തൊരമ്മ, ഇങ്ങനെ ഒരമ്മ ആർക്കും ഉണ്ടാവരുതേ എന്ന് അപ്പു പ്രാർത്ഥിക്കും. ആൺകുട്ടികളല്ലേ, എത്ര നേരം അടങ്ങിയിരിക്കും? അല്പസ്വല്പം വികൃതി കാട്ടി എന്നൊക്കെ വരില്ലേ? എന്ത് കുരുത്തക്കേട് കാണിച്ചാലും കേൾക്കണം അമ്മയുടെ ശകാരം. കുറച്ച് കടുപ്പത്തിലുള്ള പ്രവൃത്തിയാണെങ്കിൽ പ്രഹരാതി കഷായം തന്നെ കുടിപ്പിക്കും. ഇതൊക്കെ അപ്പുവിനും ഏട്ടനും എന്നേ ശീലമായി കഴിഞ്ഞു. എന്നാൽ ഇതൊന്നും അവിടെ അവസാനിക്കുന്നില്ല. അപ്പുവും ഏട്ടനും കാണിക്കുന്ന കുരുത്തക്കേടുകൾ അമ്മ അക്കമിട്ട് ഓർമ്മിച്ചു വെക്കുന്നു. അച്ഛൻ വരുമ്പോൾ ഒന്നും വിടാതെ പറഞ്ഞു കൊടുക്കുന്നു. അച്ഛൻ വന്ന ദിവസം രാത്രി അമ്മ അച്ഛനോട് വളരെ നേരം കുശുകുശുക്കുന്നത് കേൾക്കാം. വള്ളി പുള്ളി വിടാതെ മക്കളുടെ തോന്നിവാസങ്ങൾ വിസ്തരിക്കുകയായിരിക്കണം. അപ്പവും ഏട്ടനും തളത്തിൽ ചെവിയോർത്ത് കിടക്കും. ഹൃദയത്തിൻ്റെ മിടിപ്പ് സ്വന്തം ചെവിയിൽ കേൾക്കാം. ഒരു വികൃതിയും കാട്ടാതെ നല്ല കുട്ടികളായിട്ട് നടന്നാൽ മതിയായിരുന്നു. ഇനി പറഞ്ഞിട്ട് എന്തു ഫലം? പിറ്റേന്ന് രാവിലെ കാപ്പിയൂടി കഴിഞ്ഞാൽ അച്ഛൻ ഉമ്മറത്തെ ചാരുകസേരയിൽ മലർന്നു കിടക്കുന്നു. തങ്കം, വിജയനെ വിളിക്ക്. അപ്പു എവിടെ പോയി? രണ്ടാളും ഹാജർ. കിട്ടുന്നത് സന്തോഷത്തോടെ വാങ്ങാൻ തയ്യാറായിക്കൊണ്ട് അപ്പുവും ഏട്ടനും അച്ഛൻ്റെ മുമ്പിൽ കയ്യിൻ്റെ വിരൽ പൊട്ടിച്ചും കാലിൻ്റെ വിരൽ കൊണ്ട് ചിത്രം വരച്ചും നിൽക്കുന്നു. അച്ഛനോട് ചേർന്ന് നിൽക്കുന്നുണ്ട് അമ്മ. അമ്മയുടെ പിന്നാക്കം പിടിച്ചിരിക്കുന്ന കയ്യിൽ എന്താണ്? അച്ഛൻ വിസ്താരം തുടങ്ങുകയായി. കുട്ടിപ്പത്തായം തുറന്ന് വെണ്ണയും നെയ്യും കട്ടത്, സന്ധ്യ മയങ്ങിയിട്ടും അമ്പലക്കുളത്തിൽ ചാടി മതിക്കുന്നത്, സന്ധ്യയ്ക്ക് വിളക്ക് വെച്ചാൽ നാമം ചൊല്ലാത്തത്, ദേവകി ടീച്ചറുടെ ചൂരല് ബ്ലേഡ് കൊണ്ട് വരഞ്ഞു വെച്ചത്, ചൂരലിൻ്റെ വിലയായി 1 ഉറുപ്പിക കൊടുക്കേണ്ടി വന്നത്, അമ്മയില്ലാത്ത നേരത്ത് മുറ്റത്തിനരികിൽ നിൽക്കുന്ന ചെന്തെങ്ങിൽ വലിഞ്ഞു കയറി ഇളനീരിട്ട് കുടിച്ചത്, ഇളനീരിൻ്റെ തൊണ്ട് ചപ്പില കൊണ്ട് മൂടി വെച്ചത്. 2 മാസത്തെ ലിസ്റ്റാണല്ലോ, വിസ്തരിക്കാൻ കുറച്ചേറെ കാണും. മിക്കവാറും കേസുകളിൽ ഏട്ടനാണ് 1-ാം പ്രതി. ഈ ചെക്കനാണ് അപ്പൂനെ കേടുവരുത്തണത് എന്നാണ് അമ്മ എപ്പോഴും പരാതി പറയുന്നത്. സാരക്കുട്ടിയെ കൂട്ടത്തിൽ പ്രതിയാക്കിയാൽ ശിക്ഷ കുറയുമെന്ന് ഏട്ടനറിയാം. നല്ല കുട്ടിയായി മര്യാദരാമനായി നടക്കണമെന്നൊക്കെ അപ്പു വിചാരിക്കും. ഏട്ടൻ്റെ കൂടെ കൂടുമ്പോൾ എല്ലാം മറന്നു പോകുന്നു. വിസ്താരം കഴിഞ്ഞു. ഇനി ശിക്ഷ നടപ്പാക്കലാണ്. തങ്കം, വടി കൊണ്ടുവാ. ഇതാ വടി. അമ്മ പുളിവാറിൽ അച്ഛൻ്റെ കയ്യിൽ കൊടുക്കുന്നു. ഓരോ കുരുത്തക്കേടിനും ശിക്ഷ വേറെ വേറെ അനുഭവിക്കണം. ഏട്ടന് കിട്ടുന്നതിൻ്റെ പകുതി അപ്പുവിന്. അതാണ് കണക്ക്. അടി കിട്ടിക്കഴിഞ്ഞാൽ ആശ്വാസമായി. ഇനി ലീവ് കഴിഞ്ഞ് മടങ്ങി പോകുന്നത് വരെ അച്ഛൻ്റെ തല്ല് പേടിക്കണ്ട. ഞായറാഴ്ച. ഇന്ന് സ്കൂളില്ല. ഉച്ചയൂണ് കഴിഞ്ഞ് അപ്പു ഏട്ടൻ്റെ കൂടെ മേലെ വളപ്പിൽ ചുറ്റി നടക്കുകയായിരുന്നു. അച്ഛൻ വീട്ടിലുള്ളതുകൊണ്ട് മര്യാദരാമന്മാരായി കഴിയുകയാണ് രണ്ടാളും. അമ്മ അടുക്കളയിൽ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നുണ്ട്. നല്ല വാസന വരുന്നു. അച്ഛനില്ലെങ്കിൽ 2-3 അപ്പം ചൂടോടെ എടുത്ത് പുറത്തു ചാടാം. അങ്ങനെ തിന്നുമ്പോഴാണ് കൂടുതൽ സ്വാദ്.
ഒരു രക്ഷയുമില്ല. ചായ കുടിക്കാറായാൽ അമ്മ വിളിക്കും. അപ്പോൾ നല്ല കുട്ടികളായിട്ട് തളത്തിൽ ചെന്നിരുന്ന് അമ്മ ഇലക്കഷ്ണത്തിൽ വെച്ച് തരുന്ന അപ്പം തിന്ന് ചായയും കുടിച്ച് ഉമ്മറത്തേക്ക് പോരണം. വളപ്പിൽ ചുറ്റി നടന്നു മടുത്തപ്പോൾ അപ്പുവും ഏട്ടനും വീട് വലത്തു വെച്ച് അടുക്കള ഭാഗത്തേക്ക് നടന്നു. അടുക്കള വാതിലിനോട് പറ്റി നിന്ന് ഉള്ളിലേക്ക് നോക്കി. അമ്മയോട് വർത്തമാനം പറഞ്ഞുകൊണ്ട് അച്ഛനും അടുക്കളയിൽ നിൽക്കുന്നുണ്ട്. നോക്കൂ, ഇപ്പം ചെക്കന്മാരുടെ പൊടി പോലും കാണാണ്ടോ? കാരോലിന്നെടുത്ത് അപ്പം പാത്രത്തിലിടേണ്ട താമസേ ഉള്ളൂ, അപ്പോഴേക്കും ചാടി വീഴും, പരുന്ത് കോഴിക്കുട്ടിയെ റാഞ്ചും പോലെ. എടി, ആൺകുട്ടികളായ കുസൃതിത്തരവും പോക്കിരിത്തരവും വേണം. ഈ പ്രായത്തിൽ ഞാൻ ഇവരെക്കാളും വികൃതിയായിരുന്നു. ഞാൻ പറഞ്ഞിട്ടില്ലേ, എൻ്റെ വല്യമ്മാമ പോലീസുകാരനാ, കണ്ണിൽ ചോരയില്ലാത്ത മനുഷ്യൻ, ബെൽറ്റ് കൊണ്ടാ അടി. ഇതാ നോക്ക്, അടിയുടെ പാട് ഇപ്പോഴുണ്ട്. അച്ഛൻ കാൽവണ്ണ അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ്. എത്ര തല്ലു കിട്ടിയാലും എൻ്റെ പോക്കിരിത്തരത്തിനുണ്ടോ വല്ല കുറവും? നന്നായി, ഇതൊക്കെ അവരെ കേൾപ്പിച്ച് പറയുകയും വേണം. ചെക്കന്മാർ തലേ കയറിയിരുന്ന് നിരങ്ങും. എന്നാലും അവരെ തല്ലി കഴിയുമ്പോൾ ഒരു വിഷമം. എനിക്കെന്താ, എൻ്റെ മക്കളെ സ്നേഹല്ലേ? ഞാൻ പെറ്റതല്ലേ? ഓരോ കുരുത്തക്കേട് കാണിക്കുമ്പോൾ എങ്ങനെ ശിക്ഷിക്കാതിരിക്കുക? അപ്പുവും ഏട്ടനും പൂച്ചയുടെ കാൽവെപ്പോടെ അടുക്കള ഭാഗത്തു നിന്ന് മാറിപ്പോകുന്നു. അപ്പുവിന് വല്ലാത്ത സന്തോഷം തോന്നി. സ്നേഹം കൊണ്ടത്രേ ഏട്ടാ അച്ഛനും അമ്മയും നമ്മളെ അടിക്കണത്. ഏട്ടനൊന്നും മിണ്ടിയില്ല. വെള്ളരിമാവിൻ്റെ ചോട്ടിൽ നിന്ന് മേൽപോട്ട് നോക്കുകയാണ് ഏട്ടൻ. അത് കണ്ടോ, ആ തുഞ്ചത്ത് 2-3 മാങ്ങ? ഉപ്പും മുളകും കൂട്ടി തിന്നാൻ നല്ല രസാ. നമുക്കൊന്ന് എറിഞ്ഞു നോക്കിയാലോ? അതൊരു നല്ല കാര്യമാണ്. അപ്പു എറിയാൻ പറ്റിയ കല്ലുകൾ തിരഞ്ഞുകൊണ്ട് നടന്നു. ഏട്ടന് നല്ല ഉന്നമുണ്ട്, എറിയാനുള്ള ശക്തിയുമുണ്ട്. അപ്പു എറിഞ്ഞാൽ കല്ല് മാവിൻ്റെ തുഞ്ചത്തൊന്നും എത്തില്ല. പ്രകാശൻ ചുനങ്ങാടിൻ്റെ മുക്കുറ്റികൾ പൂക്കുന്ന ഗ്രാമം എന്ന നോവലിലെ 9ാമത്തെ അധ്യായം അച്ഛൻ ഇവിടെ അവസാനിക്കുന്നു. നന്ദി.